ഇന്ന് ബോട്ട് നെക്ക് എങ്ങനെ തുന്നാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു സ്ക്വയർ പീസ് എടുക്കാം. സ്ക്വയർ പീസ് നമ്മുടെ കഴുത്തിൻ്റെ അളവനുസരിച്ചിട്ട് വണ്ണുള്ളവർക്കാണെങ്കിൽ മുകളിൽ വീതി നമുക്കൊരു 4.5 എടുക്കണം, താഴോട്ട് ഒരു 4. വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ ഇത്ര വേണ്ട, 4.5 മുകളിൽ എന്തായാലും എടുത്തോ, താഴെ ഒരു 3 ഇഞ്ച് എടുത്താൽ മതി. ഇതിങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കാം. എക്സ്ട്രാ 1 ഇഞ്ച് അധികം പുറത്തേക്ക് വെക്കണം, ഈ 4 ഇഞ്ചും 4.5 ഇഞ്ചും വരച്ചതിൻ്റെ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അതിൻ്റെ സ്ക്വയർ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബോട്ടിൻ്റെ ഷേപ്പിൽ അതിനെ വരയ്ക്കാം. ചുരിദാറിൻ്റെ മുകളിലൊക്കെ ഇത് ബോട്ട് ഷേപ്പുള്ള നെക്ക് ഇട്ടാൽ നന്നായിരിക്കും. ഇങ്ങനെ 1 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ ഇടാൻ പറഞ്ഞത്. പേസ്റ്റിംഗ് പേപ്പറാണിത്. ഇത് പേസ്റ്റിംഗ് പേപ്പറിൻ്റെ മുകളിലാണ് ഞാനിത് വരയ്ക്കുന്നത്. ഇത് ഫ്രണ്ട് നെക്കാണ്, അതുകൊണ്ടാണ് കുറച്ച് ഇറക്കത്തിൽ 4.5 വീതിയും 4.5 വീതി രണ്ട് ഭാഗത്തിലും വേണം, ബാക്കും ഫ്രണ്ടിലും വേണം. 4 ഫ്രണ്ടിലേക്ക് എടുത്തത്, ബാക്കിലാണെങ്കിൽ 4 വേണ്ട, ഒരു 3 എടുത്താൽ മതി. ഇത് വണ്ണമുള്ളവരുടെ അളവാണ്. ഇത് കുറച്ച് വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ മുന്നിൽ തന്നെ 3 എടുത്താൽ മതി, പുറകിൽ 2.5 എടുത്താലും മതി. ഇങ്ങനെ ബോട്ട് നെക്കിൻ്റെ ഷേപ്പിൽ അതിനെ വരച്ചെടുക്കാം. വരയ്ക്കുന്ന നേരം അതിനിടയിൽ പിന്ന് കുത്തി വെക്കണം, എല്ലാം നിങ്ങൾ വെട്ടുന്ന സമയത്ത് മാറും. ഇത് ബാക്ക് നെക്കാണ്. സെയിം അതേപോലെ തന്നെ ഇറക്കം മാത്രം കുറച്ച് കുറയ്ക്കണം. 2 നെക്കും മുറിച്ചെടുത്തു. ഇനി അത് തുണീൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യണം. ഇസ്തിരി വെച്ചും കണ്ട് നമ്മളതിനെ പേസ്റ്റ് ചെയ്തെടുക്കുക. ഏതെങ്കിലും ഒരു തുണിയിൽ നെക്കിൻ്റെ അടിയിൽ പോകുന്നതാണ്, അത് കാണില്ല. പിന്നെ അതിന് നേരെ പകുതി എടുത്തിട്ട് അതിന് നമ്മളൊരു ടക്കിട്ട് വയ്ക്കാം. കാരണം സെൻറ്റർ അറിഞ്ഞാലേ നമുക്ക് ചുരിദാറിൻ്റെ മുകളിൽ കറക്റ്റ് വയ്ക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 നെക്കും ആയാലും ചുരിദാറിൻ്റെ ഷോൾഡറിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത്. കറക്റ്റായിട്ട് അടിക്കാം. ലൈനിങ് എല്ലാം അടിച്ചതിന് ശേഷമാണ് ഇത് വെക്കുന്നത്. അതിനെ നമ്മൾ അടിക്കാം. 2 സൈഡിൽ കൂടെ ആദ്യം ഇങ്ങനെ അടിച്ചതിന് ശേഷം വേണം വെച്ചിങ്ങോട്ട് അടിക്കാൻ. ഒന്ന് സൈഡിൽ കൂടെ അടിച്ചിട്ട് നെക്കിൻ്റെ റൗണ്ട് കൂടെ അടിച്ചതിന് ശേഷം അതിനെ കട്ട് ചെയ്യാം. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലാതെ നമുക്കത് മടക്കാൻ പറ്റില്ല. അത് കട്ട് ചെയ്ത് വെച്ചത് മടക്കി അതിനെ മറിച്ചെടുത്തു. അതേ നെക്കൊന്ന് കറക്റ്റായി എന്ത് ക്ലിയറായിട്ട് നീറ്റായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ അടുത്ത നെക്കും എടുത്തു. ഇങ്ങനെ 2 നെക്കും ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ബോട്ട് നെക്ക് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്.